ഇത് കണ്ടോ, ഞങ്ങളുടെ വാഴ കുലച്ചിട്ട് അത്യാവശ്യം മൂപ്പെത്താറായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു താങ്ങ് കൊടുത്തില്ലെങ്കിൽ അത്ര ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ താങ്ങ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിന് പറ്റിയ വലിയ വടിയൊന്നും കാണാനില്ല. അങ്ങനെ പൈപ്പും വേറെ ഓരോ കമ്പിയൊക്കെ എടുത്ത് ആളിങ്ങനെ സെറ്റാക്കി. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഹെൽപ്പർ ആവാനേ പറ്റുള്ളൂ കേട്ടോ. അത്ര വലിയ ഉയരാണല്ലോ ഞാൻ. അപ്പോൾ നമ്മൾ ഈ കമ്പി പിടിച്ചെടുക്കാനോ കയറെടുത്ത് കൊടുക്കാനോ ഒക്കെയാണ് നമ്മളുടെ ജോലി. അപ്പോൾ അങ്ങനെ ഷാളൊക്കെ വെച്ച് കെട്ടിയത് എന്താണെന്ന് വെച്ചാൽ വണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഈ കമ്പി കാണാതെ അതുമ്മ ഒക്കെ വണ്ടി കയറ്റണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഷാൾ കൊണ്ടൊക്കെ കെട്ടി. ഇനി അത് നല്ല സുന്ദരിയാക്കി നിർത്തിയിട്ടുണ്ട്. നല്ല പ്രേതാന്ന് വിചാരിക്കണ്ട. അങ്ങനെ ആ വാഴയുടെ പണി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അതിന് വേറൊരു പൈപ്പൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഇപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അതിൻ്റെ അത്രയ്ക്ക് വലിയ കൊലയില്ല കേട്ടോ. ഇതിന് ചെറിയൊരു കൊലയാണ്. അതിൻ്റെയും കുടപ്പനൊക്കെ പൊട്ടിച്ച് ഉപ്പേരിയൊക്കെ വെച്ചു. ഇവിടെ കുടപ്പനും അതുപോലെ എന്താ പറയുക പിണ്ടിയും ഒക്കെ വെക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഇതുമ്മ പിന്നെ ചാരി വയ്ക്കാൻ പറ്റിയൊരു തണ്ട് കിട്ടി. അങ്ങനെ അത് വെച്ചു. ഇതിന് പിന്നെ പിണ്ടിയും ഒരു കേട് കുത്തൊക്കെ ഉണ്ട്. അത് കാരണമാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ കൊല അത്ര ഭംഗിയായി വന്നില്ല, മറ്റേതിൻ്റെ പോലെ വന്നില്ല. അങ്ങനെ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ? ഇങ്ങനെയുള്ള പണികളൊക്കെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഒന്ന് വീഴാണ്ട് ഒടിയാണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ടേ നിങ്ങളും? അപ്പോൾ ഇന്നത്തെ പണി ഇതാണ്. അപ്പം ഇങ്ങനെ പിടിച്ചൊക്കെ കൊടുത്ത് കെട്ടി നിർത്തിയാൽ നമുക്ക് വലിയ ഒടിഞ്ഞ് വീഴില്ലാണ്ടൊക്കെ ഒരുവിധം രക്ഷപ്പെട്ട് കിട്ടും. അപ്പം അങ്ങനെയാണ്. ആദ്യത്തിനാണെന്ന് വെച്ചാൽ ഇന്ന് വയ്യ, അല്ലെങ്കിൽ അവൻ്റെ ജോലിയാണ് ഈ ഹെൽപ്പറായിട്ട് പിടിച്ചു കൊടുക്കലും എടുത്തു കൊടുക്കലും ഒക്കെ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൂടി. ഇവിടെ മാത്രമായിട്ടും ഇങ്ങനെ വാഴയൊക്കെ വയ്ക്കാനുള്ള സ്ഥലമുള്ളൂ. ഇതാണെന്ന് വെച്ചാൽ പിന്നെ ഒടിഞ്ഞ് വീഴെങ്കിലും ചെയ്താൽ കേബിളിൻ്റെ പോയിട്ടുണ്ട്, കറണ്ട് കമ്പിയൊക്കെ ഉള്ള സ്ഥലത്തത്. അപ്പോൾ അതിനൊക്കെ ഒടിഞ്ഞ് വീണാൽ ഭയങ്കര അത് ഞണ്ടാൻ നിൽക്കും. എപ്പോൾ ആയി കിട്ടുകയാണാവോ? ചിലപ്പോൾ ഓണത്തിന് മുന്നേ ആവും, ചിലപ്പോൾ ഓണത്തിനായിരിക്കാം. എന്നാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതല്ലേ, വിഷമടിക്കാത്ത നല്ല കായ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഉപ്പേരിയായിട്ടും പഴമായിട്ടും അടുപ്പിച്ച് കുറച്ച് ദിവസം പുട്ടായിട്ടും ഒക്കെ തകർത്ത് നിങ്ങൾക്കും തരാം കേട്ടോ. വീട്ടിലുണ്ടായതല്ലേ, നിങ്ങൾക്കും ഞാൻ പഴുത്താൽ തരാം. ഓക്കെ.